നമസ്കാരം കേരള. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, തൃശ്ശൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ അന്നത്തെ ആ പഞ്ച് ഡയലോഗിന് കണക്കിന് കിട്ടിയെങ്കിലും പുതിയ മാസ് ഡയലോഗും മാസ് പോസ്റ്ററും ഒക്കെയായി ആളിപ്പോൾ പ്രചരണം തകർക്കുകയാണ്. എന്നാൽ വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങളാണ് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നത്. അന്തരിച്ച നടനും മുൻ MP-യുമായ ഇന്നസെന്റിനൊപ്പമുള്ള NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഫ്ലെക്സ് ആണ് ഇപ്പോൾ വിവാദത്തിലായിട്ടുള്ളത്. പ്രചരണത്തിനായി എന്തും പറയുന്ന രീതിയാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇന്നസെന്റിന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ അനുവാദമില്ലാതെയാണ് പിതാവിന്റെ ചിത്രം ഉപയോഗിച്ചത് എന്നാണ് ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് പ്രതികരിച്ചിട്ടുള്ളത്. പാർട്ടിയോട് ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ച സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നെഴുതിയ ഫ്ലെക്സ് ആണ് വിവാദത്തിലെത്തിയിട്ടുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി, എല്ലാത്തിനുമപ്പുറം സൗഹൃദം, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. വിവാദത്തോട് സുരേഷ് ഗോപിയോ BJPയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് LDF. ഇരിങ്ങാലക്കുട മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P. മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്.